ഓരോ ബിസിനസ് നിർബന്ധമായിട്ടും അവരുടെ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ അവരുടെ ടാക്സബിൾ സപ്ലൈസ് അതുപോലെ ഇമ്പോർട്ടിന്റെ ടോട്ടൽ വാല്യൂ ഒരു വർഷം 3,70,75,000 AD എക്സീഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ബിസിനസ്സിന് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വർഷം ടോട്ടൽ ടാക്സബിൾ സപ്ലൈസ് അതുപോലെ ഇമ്പോർട്ട് വാല്യൂ 1,87,500 AD എക്സീഡ് ചെയ്യുവാണെങ്കിൽ ബിസിനസ്സിന് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ UAEയിലുള്ള ബിസിനസ് ഫെഡറൽ ടാക്സ് അതോറിറ്റി വെബ്സൈറ്റിൽ നിന്ന് വാറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഹായ് എവരിവൺ, എൻട്രി എലിവേറ്റ് പ്രാക്ടിക്കൽ അക്കൗണ്ടിങ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ UAEയിലെ വാറ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ UAE ഗവൺമെന്റ് ഇമ്പോസ് ചെയ്തേക്കുന്ന ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ് വാറ്റ് എന്നുള്ളത്. അപ്പോൾ ഗുഡ്സ് അതുപോലെ സർവീസ് ഒക്കെ കൺസ്യൂമറിലേക്ക് സെയിൽ ചെയ്യുമ്പോൾ വരുന്ന ടാക്സ് ആണ് വാല്യൂ ആഡഡ് ടാക്സ് വാറ്റ് എന്നുള്ളത്. അപ്പോൾ വാറ്റ് രജിസ്ട്രേഷനുള്ള ടാക്സ് പേയേഴ്സ് ഗവൺമെന്റ് മുമ്പാകെ ടാക്സ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യും, എന്നിട്ട് അത് ഗവൺമെന്റിലേക്ക് അവർ അടയ്ക്കും. അപ്പം ആദ്യം നമുക്ക് നോക്കാം എന്തിനാണ് വാറ്റ് UAEയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന്. അപ്പോൾ UAEയിൽ പോയിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ UAEയിൽ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അവിടുത്തെ ഗവൺമെന്റ് ഇപ്പം എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആയിക്കോട്ടെ, ജനങ്ങൾക്ക് ഏറ്റവും മികച്ച പബ്ലിക് സർവീസ് ആണ് നൽകുന്നത്. സോ വാറ്റ് കൊടുക്കുന്നത് വഴി അവിടുത്തെ ഗവൺമെന്റിന് അവരുടെ ഇൻകം സോഴ്സ് ഒന്ന് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇതിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ കൊണ്ട് അവർക്ക് UAEയിലുള്ള ജനങ്ങൾക്ക് ഇപ്പം നൽകുന്ന പോലെ തന്നെയുള്ള മികച്ച ജീവിത സാഹചര്യങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി നമുക്ക് നോക്കാം UAEയിൽ വാറ്റ് റേറ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫെഡറൽ ടാക്സ് അതോറിറ്റി വാറ്റ് റേറ്റ് 5% അനൗൺസ് ചെയ്തേക്കുന്നത്. എന്നിരുന്നാലും ഫെഡറൽ ടാക്സ് അതോറിറ്റി ചില ഗുഡ്സ് അതുപോലെ സർവീസിനൊക്കെ 0 റേറ്റഡ് സപ്ലൈ അതുപോലെ എക്സംപ്റ്റഡ് സപ്ലൈയുടെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ആ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിനൊന്നും ടാക്സ് ചാർജ് ചെയ്യുന്നതായിരിക്കില്ല. ഇനി നമുക്ക് വാറ്റ് സിസ്റ്റം എങ്ങനെയാണ് UAEയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു മാനുഫാക്ചറർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്, എന്നിട്ട് അത് ഹോൾസെയിലറിന് വിൽക്കുവാണ്. സോ ഹോൾസെയിലർ എന്ത് ചെയ്യും? ഒരു പ്രോഫിറ്റ് കൂടി കൂട്ടിയിട്ട് ആ സെയിം പ്രൊഡക്റ്റ് റീറ്റെയിലർക്ക് വിൽക്കും. ലാസ്റ്റ്ലി റീറ്റെയിലർ ആ ഒരു പ്രോഫിറ്റും കൂടി ആഡ് ചെയ്തിട്ട് എൻഡ് കൺസ്യൂമറിലേക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, ഫെഡറൽ ടാക്സ് അതോറിറ്റി ഒരു 5% വാറ്റ് റേറ്റ് UAEയിൽ ഗുഡ്സ് അതുപോലെ സർവീസുകൾ വിൽക്കുമ്പോൾ ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പോൾ ഒരു മാനുഫാക്ചറർ ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുവാണ്, 100 AED ആണ് സെയിൽ പ്രൈസ് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ. ഹോൾസെയിലർ ഇത് 200 AEDക്കാണ് വിൽക്കുന്നത്, അതുപോലെ തന്നെ റീറ്റെയിലർ ഇതൊരു 300 AEDക്കാണ് വിൽക്കുന്നത്. സോ സെയിൽസിന് മേലെ 5% വാറ്റ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ പർച്ചേസിന് മേലുള്ള വാറ്റ് ഇങ്ങനെയാണ്. സോ ഇവിടെ നെറ്റ് വാറ്റ് പേയബിൾ വരുന്നത് എങ്ങനെയാണ്? വാറ്റ് ഓൺ സെയിൽ മൈനസ് വാറ്റ് ഓൺ പർച്ചേസ് ആണ്. സോ ഇവിടുത്തെ ഒരു കേസിൽ രജിസ്റ്റേർഡ് സെന്റൻസിൽ പർച്ചേസിന് മേലിൽ അടച്ച വാറ്റ് ടാക്സ് ക്രെഡിറ്റ് അല്ലെങ്കിൽ റീഫണ്ട് ആയിട്ട് ലഭിക്കും. ഇനി നമുക്ക് UAEയിലെ വാറ്റ് രജിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ UAEയിലെ നിയമം അനുസരിച്ച് ഓരോ ബിസിനസ് നിർബന്ധമായിട്ടും അവരുടെ വാറ്റ് രജിസ്ട്രേഷൻ എടുക്കണം. അപ്പോൾ അവരുടെ ടാക്സബിൾ സപ്ലൈസ് അതുപോലെ ഇമ്പോർട്ടിന്റെ ടോട്ടൽ വാല്യൂ ഒരു വർഷം 3,70,75,000 AD എക്സീഡ് ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ ബിസിനസ്സിന് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു വർഷം ടോട്ടൽ ടാക്സബിൾ സപ്ലൈസ് അതുപോലെ ഇമ്പോർട്ട് വാല്യൂ 1,87,500 AD എക്സീഡ് ചെയ്യുവാണെങ്കിൽ ബിസിനസ്സിന് വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാം. അപ്പോൾ UAEയിലുള്ള ബിസിനസ് ഫെഡറൽ ടാക്സ് അതോറിറ്റി വെബ്സൈറ്റിൽ നിന്ന് വാറ്റ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി UAEയിലെ വാറ്റിന്റെ കീഴിൽ പലതരത്തിലുള്ള സപ്ലൈ ഉണ്ട്. സോ ഗുഡ്സ് അതുപോലെ സർവീസുകളുടെ ഒരു നേച്ചർ അനുസരിച്ചിട്ടാണ് വാറ്റ് റേറ്റ് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻഡേർഡ് റേറ്റഡ് സപ്ലൈസ് ആണ്. അപ്പം ഈ ഒരു ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ 5% വാറ്റ് റേറ്റ് ആവും ആപ്ലിക്കബിൾ ആവുന്നത്. ഇനിയിപ്പം അടുത്ത് വരുന്നത് 0 റേറ്റഡ് സപ്ലൈസ് ആണ്. അതായത് ഇവിടെ 0% വാറ്റ് റേറ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ചില എഡ്യൂക്കേഷൻ സർവീസുകളൊക്കെ, പിന്നെ ഹെൽത്ത് കെയർ സപ്ലൈസ്, ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടൊക്കെയാണ് വരുന്നത്. ഇനി അടുത്തത് എക്സംപ്റ്റ് സപ്ലൈസ്. അപ്പോൾ UAE വാറ്റ് ലോൺ നിയമത്തിന്റെ കീഴിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള സപ്ലൈസ് ആണിത്. സോ ബിസിനസ് വാറ്റ് ചാർജ് ചെയ്യുകയില്ല, അതുപോലെ തന്നെ ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യുകയുമില്ല. അതായത് എക്സംപ്റ്റ് ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ വിൽക്കുമ്പോൾ ഇൻപുട്ട് ടാക്സ് റിക്കവർ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. സോ ഈ ഒരു എക്സംപ്റ്റ് സപ്ലൈസിൽ വരുന്നതാണ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസ്, പബ്ലിക് ട്രാൻസ്പോർട്ട് സർവീസ്, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ. ഇനി അടുത്ത് ഡീംഡ് സപ്ലൈസ്. അപ്പോൾ സപ്ലൈന് ഡെഫിനേഷൻ വരാത്തതാണ് ഡീംഡ് സപ്ലൈസ്, പക്ഷേ ബിസിനസ് വാറ്റ് ഇവിടെ ചാർജ് ചെയ്യണം. സോ UAEയിൽ ഡീംഡ് സപ്ലൈസ് വരുന്നതാണ് ഒരു കൺസിഡറേഷൻ ഇല്ലാതെ വിൽക്കുന്ന ബിസിനസ് അസറ്റുകൾ. ഇനി ബിസിനസ് അസറ്റുകൾ UAEയിൽ നിന്ന് GCC ഇംപ്ലിമെന്റിംഗ് സ്റ്റേറ്റ് അല്ലെങ്കിൽ GCC ഇംപ്ലിമെന്റിംഗ് സ്റ്റേറ്റ്സിൽ നിന്ന് UAEയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാത്ത ഗുഡ്സ് ആണ്, പക്ഷേ ബിസിനസ് പർപ്പസിനല്ലാതെ ഉപയോഗിച്ച ഗുഡ്സ് ഒക്കെ. ഇനി അടുത്തത് ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈസ് ആണ്. അപ്പോൾ വാറ്റ് ലോണിന്റെ കീഴിൽ വരാത്ത സപ്ലൈസ് ആണ് ഔട്ട് ഓഫ് സ്കോപ്പ് സപ്ലൈസ് എന്ന് പറയുന്നത്. ഇനി UAEയിൽ വാറ്റിന്റെ കീഴിൽ വരുന്ന ഇൻപുട്ട് ടാക്സ് നമുക്ക് നോക്കാം. ഇനി UAEയിൽ വാറ്റിന്റെ കീഴിൽ വരുന്ന ഇൻപുട്ട് ടാക്സ് നോക്കാം. അപ്പോൾ ഇൻപുട്ട് ടാക്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സപ്ലൈ അല്ലെങ്കിൽ ഇമ്പോർട്ടിൽ നമ്മൾ അടച്ച വാറ്റ് ആണ്. അപ്പോൾ UAEയിലെ ബിസിനസ് അവരുടെ കയ്യിൽ ഇൻവോയ്സ് അതുപോലെ തന്നെ ഇമ്പോർട്ട് ഡോക്യുമെന്റ്സ് എല്ലാം അവരുടെ കയ്യിൽ വേണം.
എന്നാലും അവർക്ക് പർച്ചേസിൻ്റെ സമയത്ത് അടച്ച ഇൻപുട്ട് ടാക്സ് ക്ലെയിം ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇനി എല്ലാ ബിസിനസ്സുകളും രജിസ്റ്റേർഡ് ആയിക്കോട്ടെ അൺരജിസ്റ്റേർഡ് ആയിക്കോട്ടെ കുറച്ച് റെക്കോർഡ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അപ്പം ഇതിൽ വരുന്നതാണ് ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഫിക്സഡ് അസറ്റ് റെക്കോർഡ്സ്, പേറോൾ റെക്കോർഡ്സ്, ഇൻവെൻറ്ററി റെക്കോർഡ്സ്, അതുപോലെ തന്നെ സെയിൽസ്, പർച്ചേസ്, പേയ്മെൻറ്റ്സ്, റെസിപ്റ്റ്സ്, അതുപോലെ എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യുന്ന അക്കൗണ്ടിങ് റെക്കോർഡ്സ്. അപ്പം അത്രമാത്രമല്ല, UAE വാറ്റ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബിസിനസ് അവർ ട്രാൻസാക്ഷൻ ഡേറ്റിന് 5 വർഷത്തേക്ക് അവരുടെ റെക്കോർഡ്സ് എല്ലാം നിർബന്ധമായിട്ട് കീപ്പ് ചെയ്യണം. ഇനി UAE വാറ്റ് റിട്ടേൺസിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ വാറ്റ് രജിസ്റ്റേർഡ് ബിസിനസ് വാറ്റ് റിട്ടേൺ സബ്മിറ്റ് ചെയ്യണം. ഇനി എല്ലാ ക്വാർട്ടറിലും ഫെഡറൽ ടാക്സ് അതോറിറ്റിയിലേക്ക് വാറ്റ് പേയ്മെൻറ്റ് അവർ ചെയ്യണം. അപ്പോൾ രജിസ്റ്റേർഡ് ടാക്സ് പേയേഴ്സ് ഇത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. ഇനി നമുക്ക് വാറ്റ് എങ്ങനെയാണ് UAE ഇൻഡിവിജ്വൽസ് അതുപോലെ തന്നെ ബിസിനസ്സുകളെ ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇൻഡിവിജ്വൽസിൻ്റെ കേസ് പറയാം. അപ്പോൾ ആളുകളുടെ കോസ്റ്റ് ഓഫ് ലിവിങ് കുറച്ചുകൂടി കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടാണ് വരിക. ഇപ്പോൾ ആളുകൾ വാറ്റിന് എക്സംപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അധികം ചിലവാക്കുന്നതെങ്കിൽ ചിലവത്തിനൊക്കെ വലിയ മാറ്റമൊന്നും കാണത്തില്ല. ഇനി ബിസിനസ്സിൽ എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ വാറ്റ് രജിസ്റ്റേർഡ് ബിസിനസ് അവർ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാറ്റ് ചാർജ് ചെയ്ത് അത് കളക്ട് ചെയ്യും. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുമ്പോൾ അവർ വാറ്റ് പേ ചെയ്യണം. എന്നിട്ട് വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് നെറ്റ് ടാക്സ് ലയബിലിറ്റിയിലേക്ക് അവർ എത്തും. അതായത് വാറ്റ് കളക്റ്റഡ് ആൻഡ് പെയ്ഡിൻ്റെ ഡിഫറൻസ്. എന്നിട്ട് ഇത് ഗവൺമെൻറ്റിലേക്ക് അവർ അടയ്ക്കും. ഇനി UAE നമ്മൾ വാറ്റ് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാലുള്ള പെനാൽറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ വാറ്റ് നിയമത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ ഫെഡറൽ ടാക്സ് അതോറിറ്റിക്ക് ടാക്സ് പേഴ്സിന് മേലും ഫൈനും പെനാൽറ്റീസ് ഒക്കെ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഫൈൻസ് ആൻഡ് പെനാൽറ്റീസ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ ടാക്സ് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം വെട്ടിച്ച ടാക്സ് എമൗണ്ടിൻ്റെ 300% നിങ്ങൾ ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇനിയിപ്പോൾ ഡെസിഗ്നേറ്റഡ് സോൺസിൽ ഗുഡ്സ് വെക്കുന്നില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെസിഗ്നേറ്റഡ് സോൺസിലേക്ക് ഗുഡ്സ് മാറ്റുവാണെങ്കിൽ 500 AD മുതൽ ടാക്സ് ഇൻവോൾവ് 300% വരെ ഫൈൻ വരാം. ഇനി മാർജിൻ അടിസ്ഥാനമാക്കിയുള്ള നികുതി നിരക്ക് സംബന്ധിച്ച് ഫെഡറൽ ടാക്സ് അതോറിറ്റി അറിയിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ 2500 AD ആയിരിക്കും ഫൈന. ഇനിയിപ്പോൾ സപ്ലൈൻ്റെ ഇടയ്ക്ക് ടാക്സ് ഇൻവോയ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ ടാക്സ് ഇൻവോയ്സ് അതുപോലെ ക്രെഡിറ്റ് നോട്ടിന് 5000 AD വെച്ച് ഫൈൻ വരും. ഇനിയിപ്പോൾ ബിസിനസ് സ്ഥലത്ത് പ്രൈസ് ലിസ്റ്റ് പ്രദർശിപ്പിക്കുന്നില്ലെങ്കിൽ 15000 AD ആയിരിക്കും പെനാൽറ്റി വരുന്നത്. സോ ഇത്രയാണ് UAE വാറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ഫ്രം റിൻസി.